2 ഘട്ടങ്ങളായിട്ടാണ് റെമ്യൂണറേഷൻ തരുന്നതെങ്കിൽ അതന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. എന്ത് വിവാദമാണ് നടക്കുന്നത്? സമരം നടക്കുന്നില്ല, സമരം നടത്തുന്നേ പറയുന്നത്. അവർ നടത്തുന്നവർ നടത്തട്ടെ. ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടന അമ്മയാണ്. റൈറ്റേഴ്സ് യൂണിയനിലും ഞാനുണ്ട്. അപ്പോൾ അമ്മ സംഘടനയിൽ തീരുമാനം സമരത്തിനോട് സഹകരിക്കേണ്ടതാണ്. അപ്പോൾ ഞാനും സമരത്തിനോട് ഒപ്പം ഉണ്ടാവില്ലല്ലോ. സമരമില്ല ഒന്നാമത്. അത് വെറുതെ ഉമ്മക്ക് കാണിക്കുന്നത്. സമരമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെറുകിട, ഇത് ഞാനാണ് വൻകിട. ഞാൻ കുറയ്ക്കൂല. അതായത് താരങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരാണ്. ഞാൻ അഭിനേതാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. താരങ്ങൾ വേറെ ഒരു സംഭവമാണ്. അപ്പം താരങ്ങൾ വെച്ച് സിനിമ എടുക്കുന്നവർക്ക് താരങ്ങൾ വേണമെങ്കിൽ താരങ്ങൾ പറയുന്ന പണം കൊടുക്കണ്ടേ? വേണം. നമ്മളെന്ന് വെച്ച് പണം എടുക്കുന്നവർക്ക് നമുക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പല വിട്ടുവീഴ്ചകളും നമ്മൾ ചെയ്യേണ്ടി വരും. പൈസ കിട്ടാതെ അഭിനയിക്കുന്ന പടങ്ങളുണ്ട്, കിട്ടുന്നതുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്ന പടങ്ങളുണ്ട്, ഒക്കെ ഉണ്ടാവും. താരങ്ങളുടെ അടുത്തേക്ക് പ്രൊഡ്യൂസർമാർ പോകുമ്പോൾ അവരവരെ റേറ്റ് പറയും. കാരണം അവർക്കറിയാം അവർക്കൊരു വാല്യൂ ഉള്ളതുകൊണ്ടാണല്ലോ പ്രൊഡ്യൂസർ വരുന്നത്. ഈ താരങ്ങൾ പ്രൊഡ്യൂസർമാർ വീട്ടിൽ പോയിട്ട് സാറേ ഞങ്ങളെ അഭിനയിപ്പിക്കുന്നു എന്ന് പറയുന്നില്ല. ഇവരുടെ ഡേറ്റിന് വേണ്ടി അവർ നടക്കുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഡിമാൻഡുകൾ എന്തും അങ്ങനെയല്ലേ അല്ലേ? നിങ്ങൾ നല്ലൊരു പത്രക്കാരനാണെങ്കിൽ വേറൊരു ചാനൽ വന്ന് നിങ്ങളടുത്തൊന്ന് ചോദിക്കും, വർക്ക് ചെയ്യാൻ വരുമോ എന്ന് ചോദിക്കും അല്ലേ? അതുപോലെയുള്ളൂ. റെമ്യൂണറേഷൻ ആര് കുറയ്ക്കണം എന്നാണ് പറയുന്നത്? അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. അത് ഞങ്ങൾ അംഗീകരിക്കേണ്ട തീരുമാനിച്ചല്ലോ. ഒന്നാമത് 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഘട്ടങ്ങളായിട്ടാണ് റെമ്യൂണറേഷൻ തരുന്നതെങ്കിൽ അതന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. 3 ഘട്ടമായിട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ചേംബർ തന്നെ വേണമെന്നൊക്കെ ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ചേംബർ എന്നൊക്കെ? ഇത് ഗവൺമെന്റ് ടാക്സ് ആകുന്നൊരു ഏർപ്പാടല്ലേ? ഗവൺമെന്റല്ലേ ഇതിൽ മുൻകൈയെടുക്കേണ്ടതൊക്കെ. അവർ ഒപ്പിടില്ലെന്നുള്ളപ്പോൾ നോക്കാം. അത് പ്രൊഡ്യൂസർമാർ നോക്കട്ടെ, പടം നിർമ്മിച്ചവർ നോക്കട്ടെ. നടന്മാർ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. മോഹൻലാൽ അടക്കമുള്ളവർ പിന്നീട് അത് നിൽക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പടം ഇറങ്ങുന്നതിന് സിദ്ധപ്പെടുത്തി അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അമ്മയുടെ പൂർണ്ണമായ നിലപാട് അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതൊക്കെയാണ്. അല്ല, മോഹൻലാലുമായിട്ടുള്ള പ്രശ്നങ്ങൾ മോഹൻലാലോട് ചോദിക്കുക നല്ലത്. കാരണം നമുക്ക് ഒരാളുടെയും വക്കാലത്ത് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇട്ട പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഞാൻ ഉത്തരം പറയാം. മറ്റുള്ളവർ പിൻവലിച്ചോ സപ്പോർട്ട് ചെയ്തോ അതിന് നമ്മൾ എന്ത് നിലപാടെടുക്കുന്നൊന്നും ഞാൻ പറയാൻ ആളല്ല. അത് ശരിയല്ലല്ലോ. ഇൻഡസ്ട്രിയാണ് നമ്മുടെ കന്നഡയിൽ നിന്ന് KGF വരുമ്പോൾ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്താണ് കന്നഡ വലിയ ഇൻഡസ്ട്രി മാറി. മലയാളത്തിൽ അതേപോലെ ഒരു പടം വരുമ്പോൾ ഇതിന്റെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസർമാരും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മളെ ഇൻഡസ്ട്രി വലുതാക്കുന്നത് നമ്മളെ ആവശ്യമില്ല. അത് ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർമാരുടെ പടങ്ങളല്ലേ. ഇൻഡസ്ട്രിയുടെ പടം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇൻഡസ്ട്രിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു പടമല്ലല്ലോ. അതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പോൾ ആ പ്രൊഡ്യൂസറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള, ഇൻഡസ്ട്രിയെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രിയിൽ വരുന്ന ഏത് പടവും, ഏത് ചെറിയ പടമാണെങ്കിലും വലിയ പടമാണെങ്കിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. നല്ല പടമാണെങ്കിൽ അതിൽ ഒരാളുടെ പടത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുന്നത് എനിക്ക് മറുപടി ഒന്നുമില്ല. ഇപ്പൊ എമ്പുരാൻ പോലെ ഒരു പടം വലിയ